SFIക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും പോക്ക് രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണിപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി SFIക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും വരുന്നത്. SFIയെ ആർക്കാണ് പേടി? കേരളത്തിലെ പത്രങ്ങളും TV ചാനലുകളും ഓൺലൈൻ സ്ക്രീനുകളും നോക്കൂ. അവ കേരളത്തിന് മുന്നിൽ തീർക്കുന്ന പ്രതീതി നോക്കൂ. കേരളത്തെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു. SFI എന്ന ഭൂതം. കേരളത്തിലെ എല്ലാ പിന്തിരിപ്പന്മാരും ഈ ഭൂതത്തെ ഉച്ചാടനം ചെയ്യാൻ ഒരു വിമോചന സമര സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഗവർണറും രാജ്ഭവനും, കോൺഗ്രസും BJPയും, KSUവും ABVPയും, വലതുപക്ഷ മാധ്യമങ്ങളും സൈബർ അക്രമികളും, മതമൗലികവാദികളും വിപ്ലവ വായാടികളും. കേരള സർവകലാശാല ഹോസ്റ്റലിൽ ഇടിമുറിയുണ്ട് എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരിക്കുന്നു. SFIയുടെ രക്തം കുടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് SFI തിരുത്തണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശിച്ചിരിക്കുന്നു. SFIയെ തകർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും SFI വഴിച്ചെണ്ടയല്ല എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പറഞ്ഞിരിക്കുന്നു. SFIയുടെ ഇടിമുറികൾ ഉണ്ടോ എന്നറിയാൻ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വരാൻ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാധ്യമങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ 5 സംഘപരിവാർ അനുകൂലികളെ നോമിനേറ്റ് ചെയ്തതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എന്താണ് SFI എന്ന ചോദ്യത്തിന് ആർഷോ പ്രായോഗികമായി മറുപടിയും പറഞ്ഞിരിക്കുന്നു. കേരളം ഇന്ന് പിന്നിട്ടത് ഒരു SFI പകലാണ്. കേരളത്തിൻ്റെ സംവാദ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് SFI. ആർക്കാണ് SFIയുടെ ചോര കുടിക്കേണ്ടത്? ആർക്കാണ് SFI വിമുക്ത കേരളം വേണ്ടത്? ആർക്കാണ്, എന്തുകൊണ്ടാണ് SFIയെ പേടി? SFI ഇടിമുറി സംഘടനയാണോ അതോ ഇടപെടൽ സംഘടനയാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും എന്താണ് SFIക്ക് ചെയ്യാനുള്ളത്? എങ്ങനെയാണ് SFI ഈ സംവാദഘട്ടത്തെ മനസ്സിലാക്കേണ്ടത്, നേരിടേണ്ടത്, മുന്നോട്ടു പോകേണ്ടത്? വാർത്താഭാസങ്ങൾക്കും വസ്തുതകൾക്കും ഇടയിൽ നിന്ന് എങ്ങനെയാണ് കേരളീയർ ഈ വാർത്താ സന്ദർഭത്തെ മനസ്സിലാക്കേണ്ടത്? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നവർ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, ഒപ്പം തന്നെ KSU സംസ്ഥാന കൺവീനർ തൗഫീഖ് രാജൻ, നിരീക്ഷകനായ അഡ്വക്കേറ്റ് N ലാൽകുമാർ. ആദ്യം തന്നെ ഞാൻ തൗഫീഖിലേക്ക് വരികയാണ്. താങ്കളുടെ സംഘടനയും ആ സംഘടന ഉൾപ്പെടുന്ന ചേരിയുമാണ് ഇന്ന് SFIക്കെതിരെ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇന്നത് അതിൻ്റെ ഏറ്റവും കുന്തമുന എന്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഔപചാരികമായി തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തയച്ചിരിക്കുകയാണ്. കാര്യവട്ടം ഹോസ്റ്റൽ ക്യാമ്പസിൽ SFIയുടെ ഇടിമുറിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്താണ് കാര്യവട്ടം കോളേജ് ക്യാമ്പസിലെ നില? എന്താണ് അവിടെ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ സാർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ആമുഖമായി പറഞ്ഞു, ആർക്കാണ് SFIയെ പേടി? ആർക്കാണ് SFIയുടെ ചോര കുടിക്കേണ്ടത്? SFI വിമുക്ത കേരളമാണോ ലക്ഷ്യം വെക്കുന്നതെന്നൊക്കെ ആമുഖമായി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. SFIയെ പേടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനാണ്. SFIയെ പേടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാണ്. അല്ലാതെ
മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും SFIയെ പേടിയില്ല എന്ന് ആദ്യം തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ SFIയുടെ ചോര കുടിക്കാനും ഇല്ലെങ്കിൽ SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFIയെ തുടച്ചു മാറ്റാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. KSU ഏകാധിപത്യ സംഘടനയായി കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം ഏകാധിപത്യ സംഘടനയായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സംഘടനയുമല്ല. ക്യാമ്പസുകളിൽ ജനാധിപത്യം ഉണ്ടാകണം, സർഗാത്മകമായ ഇടമായിരിക്കണം ക്യാമ്പസുകൾ. അപ്പോൾ സ്വാഭാവികമായി തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നാണ് KSUവിൻ്റെ നിലപാട്. ഇടപെടുകയല്ല, ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ അതിലേക്കൊക്കെ പോകാം. ചർച്ച ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം കാര്യവട്ടം ക്യാമ്പസിൽ എന്താണ് സംഭവിച്ചത് എന്നാണ്. താങ്കൾ ഇതൊക്കെ ആമുഖമായി പറഞ്ഞത് നല്ല കാര്യമാണ്. താങ്കളുടെ സംഘടനയുടെ നിലപാടിൻ്റെ പ്രഖ്യാപനമാണ്, അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്കൾ കാര്യവട്ടത്തെ എന്ത് സംഭവിച്ചു അതിലേക്ക് കടക്കുക. ഞാൻ അതിലേക്ക് വരികയാണ്. ഈ കാര്യവട്ടം ക്യാമ്പസ് കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ പൊതുസമൂഹങ്ങളും മാധ്യമങ്ങളും അടക്കം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ സിദ്ധാർത്ഥിൻ്റെ മരണം, ആ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം SFIക്കാരല്ല സിദ്ധാർത്ഥിനെ കൊന്നത് എന്ന് പറയുമ്പോൾ തന്നെ കാര്യവട്ടം ക്യാമ്പസിൽ എന്താണ് സംഭവിച്ചത്? കാര്യവട്ടം ക്യാമ്പസിൽ മറ്റൊരു സിദ്ധാർത്ഥ് ഉണ്ടാകുമായിരുന്നു. കാര്യവട്ടം ക്യാമ്പസിൽ സിദ്ധാർത്ഥിന് സംഭവിച്ചതിന് സമാനമായ തരത്തിലുള്ള ക്രൂരമായ അക്രമങ്ങളും അതിക്രമങ്ങളും SFIയുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരുമായിരുന്നു. മറിച്ച് അത് KSUവിൻ്റെ അടക്കം സംയോജിതമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു ദുരന്തം അവിടെ ഒഴിവായത്. ഇവിടെ പറയുകയുണ്ടായി, KSU നേതാവ് അവിടേക്ക് ക്യാമ്പസിലേക്ക് കടന്നു ചെന്ന് ഹോസ്റ്റൽ മുറിയിലേക്ക് കടന്നു ചെന്നാണ് അക്രമം നടത്തിയത്, ഗുണ്ടായിസം നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ എന്താണ് ഈ കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചതെന്ന് മനസ്സിലാവും. അവിടെ സാൻജോ ജോസ് എന്ന് പറയുന്ന ജില്ലാ KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, അവിടുത്തെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി, ആ ക്യാമ്പസിലേക്ക് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കത്തിനായി അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുമ്പോൾ സാജോയെ SFI നേതാക്കന്മാർ, അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മുൻ ഒറ്റപ്പാലം MP മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയി 121 നമ്പർ ഹോസ്റ്റൽ റൂമിലും തൊട്ടു പിന്നാലെ ഇടനാഴിയിലും അടക്കം കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ അതിന് ന്യായമായി SFI നേതാക്കന്മാർ പറയുന്നത് എന്താ? സാൻജോ ഹോസ്റ്റലിലേക്ക് കടന്നു ചെന്ന് അതിക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഹോസ്റ്റലിലേക്ക് കടന്നു ചെന്ന് എന്തോ അമാനുഷികമായ പ്രവൃത്തി നടത്താനായി ശ്രമിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ശ്രീ ചന്ദ്രശേഖരൻ, അങ്ങേക്കറിയാം കാര്യവട്ടം ക്യാമ്പസിൽ ആർക്കാണ് മേൽക്കൈ? SFIക്കാണ്. SFI ഒരു ഏകാധിപത്യ ക്യാമ്പസ് പോലെ ഭരിക്കുന്ന ഇടിമുറികളുള്ള ക്യാമ്പസാണ് ഈ പറയുന്ന കാര്യവട്ടം ക്യാമ്പസ്. SFIക്ക് വലിയ രീതിയിൽ പ്രവർത്തകർ കൂടുതലുള്ള, കഴിഞ്ഞ കുറേ നാളുകളായി SFIക്ക് ഏകാധിപത്യം SFI പിന്തുടരുന്ന ഒരു ക്യാമ്പസാണ് ഈ കാര്യവട്ടം ക്യാമ്പസ്. ആ കാര്യവട്ടം ക്യാമ്പസിൽ ഈ പറയുന്ന സാൻജോ ജോസ് എന്ന് പറയുന്ന സൗമ്യ സ്വഭാവക്കാരനായ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ആ ഹോസ്റ്റൽ മുറിയിലേക്ക് കടന്നു ചെന്ന് ആ ഹോസ്റ്റൽ മുറിയിൽ അക്രമം നടത്തി, ഇല്ലെങ്കിൽ ഈ പറയുന്ന SFI പ്രവർത്തകരെ മുഴുവനായി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ അല്പമെങ്കിലും വസ്തുനിഷ്ഠമായ കാര്യം പറയാൻ SFI നേതാക്കന്മാർ ഇല്ലെങ്കിൽ ന്യായീകരണം കണ്ടെത്തുമ്പോൾ, ക്യാപ്സൂൾ കണ്ടെത്തുമ്പോൾ അല്പമെങ്കിലും കൃത്യമായ കാര്യം പറയാൻ SFI നേതാക്കന്മാർ തയ്യാറാവണം എന്ന് ആദ്യം തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ താങ്കളോട് ആ സംഭവത്തിൻ്റെ ചില വിശദാംശങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VCക്ക് കൊടുത്ത കത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ പറഞ്ഞു സാൻജോസിനെ ഇങ്ങനെ മർദ്ദിച്ചിരിക്കുന്നു, അത് 121 മുറിയിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ രാത്രി 9:30 സാൻജോസും ബന്ധുവും ക്യാമ്പസിലേക്ക് വരുമ്പോഴായിരുന്നു ആക്രമണം എന്ന് പറഞ്ഞു. ആരാണ് ഈ ബന്ധു എന്നതിൽ വ്യക്തമാക്കുന്നില്ല. സാൻജോസ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെ അവിടെ കൂടിയിരുന്ന CPM നേതാവിൻ്റെ മകനും റിസർച്ച് യൂണിയൻ ചെയർമാനുമായ വ്യക്തി നേതൃത്വം കൊടുത്തതനുസരിച്ച് ഇത്തരത്തിലൊരു മർദ്ദനം നടന്നു. അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചു. സാൻജോസിൻ്റെ ബന്ധുവിനെ തടഞ്ഞു എന്നാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞതിൽ ഇതില്ല. എന്താണ് ഈ ബന്ധുവിനെ എന്തിനാണ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയത്? സാൻജോസ് അവിടെ ചെന്നത് പ്രവേശനോത്സവത്തിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണോ അതോ ബന്ധുവിനെ ഹോസ്റ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ? താങ്കളും താങ്കളുടെ നേതാവും തമ്മിൽ പറയുന്നിടത്ത് ചിലപ്പോൾ കൂട്ടിയോജിപ്പിക്കാവുന്നതാകാം ഒരു വിടവുണ്ട്. എന്താണ് സംഭവിച്ചത്? ഒരു വിടവിൻ്റെ ആവശ്യമില്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആർക്കും ഒരു തർക്കത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട. സാൻജോസ് ഒരാളെയും ഈ പറയുന്നത് പോലെ ഈ സാൻജോസ് ഈ പറയുന്ന ബന്ധുവിനോടൊപ്പം അകത്ത് കയറി വലിയ ഗുണ്ടായുസവും അക്രമവും ഒന്നും കാണിക്കാൻ പോയതായിട്ട് SFI നേതാക്കന്മാരിലേക്ക് പോയത്. സാൻജോസ് പുറത്തുനിന്ന് സാൻജോസും ബന്ധുവും ക്യാമ്പസിലേക്ക് വരുന്നതിനിടെയായിരുന്നു ആക്രമണം. സാൻജോസ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെ. അതെ,
സാൻജോസ് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതിനിടെയാണ് സാൻജോസിനെ തട്ടിക്കൊണ്ടുപോയി ആദ്യം ഇടനാഴിയിലും പിന്നീട് ഹോസ്റ്റൽ 121 നമ്പർ ഹോസ്റ്റൽ മുറിയിലും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് സാൻജോസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് രാത്രി KSUവിന്റെ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ അവിടേക്ക് കടന്നു ചെന്ന് പിന്നീട് പോലീസ് എത്തിയത് എപ്പോഴാ? ഈ KSU നേതാക്കന്മാർ അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ. അത് ഈ വിവരം അറിയിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ്. താങ്കൾ പറയുന്നത് ഞാൻ ചോദിച്ചതല്ല. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഒരു ബന്ധുവിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആക്രമിച്ചു എന്നാണ്. താങ്കൾ പറയുന്നത് പ്രവേശനോത്സവത്തിന് വേണ്ടി ചെന്നപ്പോൾ ആക്രമിച്ചു എന്നാണ്. പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് സാൻജോസ് അവിടെ ചെന്നത്. അതിനകത്ത് ആർക്കും ജോബിസൺ എന്ന ഒരാളാണ് തർക്കവും വേണ്ട. ജോബ്സൺ അവിടുത്തെ ഒരു വിദ്യാർത്ഥി അല്ല. സാൻജോസ് അവിടുത്തെ വിദ്യാർത്ഥിയാണ്, പക്ഷെ ഹോസ്റ്റൽ അന്തേവാസിയല്ല. പ്രവേശനോത്സവത്തിന്റെ കമാനങ്ങളും അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഈ പറയുന്ന ബന്ധു കടന്നിട്ടില്ല. ഹോസ്റ്റലിലേക്ക് ബന്ധു വന്നിരുന്നെങ്കിൽ ഈ SFIക്കാര് വെറുതെ വിടുമെന്നാണോ കരുതുന്നത്? ഈ SFIക്കാർ വെറുതെ വിടുന്നതാണോ ഈ ബന്ധു ഹോസ്റ്റൽ മുറിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റൽ റൂമിലേക്ക് അടക്കം ക്യാമ്പസിലേക്ക് പ്രവേശിച്ചാൽ ഈ SFIക്കാർ വെറുതെ വിടുന്നതാണോ കരുതുന്നത്? സാൻജോസ് എന്തിനാണ് പോയതെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. എന്തായാലും അതേക്കുറിച്ച് ചില ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാനുണ്ട്. എന്താണ് അന്ന് രാത്രി അവിടെ നടന്നത് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ. ഇത് കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവായിട്ട് കാണിക്കുന്നതാണ്. സാൻജോസ് ഈ സംഭവത്തിന് ശേഷം സാൻജോസും ജോബിൻസും അവരെ രണ്ടുപേരെയും സെക്യൂരിറ്റി കൊണ്ടുവന്ന് പോലീസിന് കൈമാറി. അവർ കാര്യവട്ടം ക്യാമ്പസിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, അതിൻ്റെ ഉള്ളിലാണ് ഹോസ്റ്റൽ. അവർ ഈ ഹോസ്റ്റൽ പ്രദേശത്ത് നിന്ന് ഇരുവരും നടന്നു വന്ന് പോലീസിൻ്റെ വാഹനത്തിൽ കയറി. ആ കയറുന്നതിന് മുമ്പ് പോലീസിൻ്റെ വാഹനം പുറത്താണ് നിൽക്കുന്നത്. ഗേറ്റിൽ കോൺഗ്രസ്സുകാർ സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം സാൻജോസ് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സാൻജോസ് എന്ന് പറയുന്നത് KSUവിൻ്റെ ഭാരവാഹിയാണ്, KSUവിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. സാൻജോസ് മർദ്ദനമേറ്റ് അവശനായി പിന്നീട് അഭിനയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. സാൻജോസ് ആരോഗ്യവാനായി അവിടെ ഇരിക്കുകയാണ്. പോലീസ് വാഹനത്തിൽ സാൻജോസ് ഇരിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളുമായി കോൺഗ്രസ് നേതാക്കളോടൊപ്പം തർക്കിക്കുന്ന ദൃശ്യങ്ങൾ. ഇനി പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്ന താങ്കൾ ക്ഷമിക്കൂ പിറ്റേ ദിവസം എന്ത് കാണിക്കുന്നു എന്ന ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ദയവായി കാണുക. പിറ്റേ ദിവസം രാവിലെയാണ് സാൻജോസ് ക്യാമ്പസിന് അകത്തേക്ക് കടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ബൈക്ക്, ആ മോട്ടോർ ബൈക്ക് പിറ്റേ ദിവസം എടുത്തുകൊണ്ടുപോകുന്നത് ജോബിൻസാണ്. അപ്പോൾ ജോബിൻസുമായി നടക്കുന്ന ആ സംഭാഷണം നമുക്ക് കേൾക്കാം. ഇതിനെന്തെങ്കിലും പറ്റിയുണ്ടോ? നാളെ വാർത്ത വരരുത്. ടയർ ഉൾപ്പെടെ നോക്കിയോ? ടയറിലെ ഈ സാധനം ആറ്റെങ്കിലും പോയിട്ടുണ്ടോ നോക്കൂ. ടയർ ഉരുക്കൊണ്ടെന്ന് പറയുന്നത് മനസ്സിലല്ലേ? സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടാവോ ഇതിനകത്ത് മണ്ണോ കണ്ടെത്താരെ കിട്ടുമെന്ന് പറഞ്ഞാൽ നാളെ വരും. ഈ വണ്ടിക്കകത്തോ നിന്നെയോ അതിനോ ഇത് വരും. നിനക്ക് നല്ലപോലെ അറിയാം. പിന്നെ അവൻ വളരും. ഉമ്മൻചാണ്ടിക്ക് മുകളിൽ വളരും. കുഴപ്പമില്ല. എൻ്റെ അഭിനയത്തിട്ടുണ്ട്. നല്ല അഭിനയം, തലക്കാർ അഭിനയം. ഇതാണ് ദൃശ്യങ്ങൾ. ആ ദൃശ്യത്തോടുള്ള ഒപ്പമുള്ള ശബ്ദം അത് വ്യക്തമായി കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും, പ്രേക്ഷകരടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം ആ ബൈക്ക് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി തലേ ദിവസം പോലീസിനോടൊപ്പം പോയ ജോബിൻസ് എന്ന സാൻജോസിൻ്റെ സുഹൃത്ത്, സർവകലാശാല വിദ്യാർത്ഥിയല്ലാത്ത ആൾ ക്യാമ്പസിലെത്തുന്നു. അവർ എടുത്തുകൊണ്ടുപോകുന്നു. തലേ ദിവസം ഇതിന് സാക്ഷ്യം വഹിച്ച വിദ്യാർത്ഥികൾ അവിടെ എത്തി പറയുന്നു, ബൈക്കിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് പരിശോധിക്കണം, ടയറടക്കം നോക്കണം, പിന്നെ കഥ മാറ്റി പറയരുത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ പറയുന്നു, ഇന്നലെ മറ്റേയാളെ സാൻജോസിനെ ഞങ്ങൾ കൊന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
സാൻജോസിനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജോബിൻസ് സാൻജോസിൻ്റെ സുഹൃത്ത് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത് തന്നെ നാളെയും പറഞ്ഞാൽ മതി എന്നർത്ഥത്തിൽ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നു. ആരോ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു, സാൻജോസ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ പേര്, അന്തരിച്ചൊരു കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു, സാൻജോസ് നാളെ അദ്ദേഹത്തെക്കാൾ വലിയ ആളായി മാറും, അത്ര വലിയ നാടകമാണ് കളിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ. ഈ ദൃശ്യത്തെക്കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് പ്രതികരണമുണ്ടോ തൗഫീഖ്? എനിക്ക് വളരെ വ്യക്തമായ പ്രതികരണം തന്നെയുണ്ട്. കൈരളി SFIയെ എല്ലാം വല്ലാത്ത തരത്തിൽ വല്ലാത്ത രീതിയിൽ പരിശ്രമിച്ചാലും, കാരണം കൈരളിയുടെ വികാരമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അധ്യാപകൻ കൂടിയാണ്, പ്രസ് ക്ലബ്ബിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ്. ആ വികാരമൊക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ദൃശ്യങ്ങളിൽ മർദ്ദനമേറ്റ ശേഷമുള്ള ദൃശ്യങ്ങളാണല്ലോ അങ്ങ് കാണിച്ചത്. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. മർദ്ദനമേറ്റ ശേഷമുള്ള ദൃശ്യങ്ങളാണ് അവിടെ കാണിച്ചത്. ഈ ദൃശ്യങ്ങളിൽ ആരോഗ്യവാനാണോ എന്ന് താങ്കൾ പരിശോധിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതില്ലേ? അതുപോലെ തന്നെ വല്ല തുമ്പുമില്ലാത്ത ദൃശ്യങ്ങൾ നോക്കി വന്ന് ഇതെല്ലാം ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി SFI വെള്ളപൂശേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഇതെല്ലാം ഉള്ളടക്കത്തിലേക്ക് കടന്ന് സംസാരിച്ചില്ല. ആ ഉള്ളടക്കത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പിറ്റേന്ന് ബൈക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഈ സുഹൃത്ത് പറയുന്നത്, സാൻജോസിന്റെ സുഹൃത്തായ ജോബിൻസ് പറയുന്നത് അതിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അതിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അല്ല, മർദ്ദിച്ചത് സാൻജോസിനെയാണ്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. എന്താണ് കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചത് എന്ന് ഞാൻ തൗഫീഖിനോട് ചോദിക്കുകയായിരുന്നു. തൗഫീഖ് വാശിയോടെ പറയുന്നു, അവിടെ ഇടിമുറിയുണ്ട്. അവിടെ പ്രവേശനോത്സവത്തിൻ്റെ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി എത്തിയ ഈ വിദ്യാർത്ഥിയെ, സാൻജോസ് എന്ന് പറയുന്ന KSUവിൻ്റെ നേതാവും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ ആ വിദ്യാർത്ഥിയെ, അദ്ദേഹം ഹോസ്റ്റൽ മേറ്റ് അല്ല എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ട് 121 നമ്പർ മുറി എന്നാണ് പറയുന്നത്, ആ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബന്ധുവിനെ കൊണ്ടാണ് അങ്ങോട്ട് പോയത് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നുണ്ടെങ്കിലും തൗഫീഖ് അതല്ല പറയുന്നത്. തൗഫീഖ് പറയുന്നത് അദ്ദേഹം പോയത് പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ്. ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. ഈ ഘട്ടം കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് നടന്നു എന്നാണ്. ആർഷോ? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അധ്യയന വർഷത്തിൻ്റെ ആരംഭം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അധ്യയന വർഷ ആരംഭവുമായി ബന്ധപ്പെട്ടും നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും വ്യാപകമായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അക്രമം നടത്തുക, സംഘർഷമുണ്ടാക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള അജണ്ട കേരളത്തിൽ KSUവിനുണ്ട്. ഞങ്ങൾ കരുതുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം, ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ ആശീർവാദത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് നിരവധി ഇടങ്ങളിൽ കേരളത്തിലിപ്പോൾ ഈ കാര്യവട്ടം ക്യാമ്പസിൽ മാത്രമൊന്നുമല്ല, ഈ അധ്യയന വർഷ ആരംഭത്തിൽ ഈ 2-3 ദിവസത്തിനിടയിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി KSU തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ, മട്ടന്നൂർ SFIയുടെ ജില്ലാ ഉപകാരികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കാത്തലിക്കേറ്റ് കോളേജിനകത്ത് SFIയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അതിമാരകമായ വിധം അങ്ങനെ വിവിധ ഇടങ്ങളിൽ കോഴിക്കോട്, പത്തനംതിട്ട ഉൾപ്പെടെ വിവിധ ജില്ലകൾക്കകത്ത് വ്യാപകമായി സംഘർഷം, ചോദ്യം ഉന്നയിക്കുന്നത് വേറെ കാര്യം. വ്യാപകമായി സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ KSUവിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് കാര്യവട്ടം ക്യാമ്പസിനകത്തേക്ക് വീണ്ടും ആ ക്യാമ്പസിനകത്ത് സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ്, ആ ക്യാമ്പസിനകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്പോൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ കണ്ടല്ലോ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളുടെ നേതൃത്വത്തിലെ ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻധാരണ പ്രകാരം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് KSUവിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ക്യാമ്പസിനകത്തേക്ക് എത്തിയത്. അവരവിടെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രൂരമാംവിധം മർദ്ദിക്കുന്നുണ്ട്. അവിടെ സമയോചിതമായ ഇടപെടൽ, അവിടുത്തെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കൃത്യമായിട്ടുള്ള സംയമനം SFIയും പാലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിനെ വിളിക്കുന്നതിന് വേണ്ടിയും കൃത്യമായി പോലീസ് എത്തി
ഈ അതിക്രമിച്ചു കയറിയ ഹോസ്റ്റൽ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന് വേണ്ടി ഹോസ്റ്റൽ അടിച്ചു പൊളിക്കുന്നതിന് വേണ്ടിയും അടക്കം നേതൃത്വം കൊടുത്ത KSU നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് സംസാരിച്ചത് ഒരു പക്ഷേ താങ്കൾ കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. താങ്കൾ മറ്റൊരു ചർച്ചയിലായിരുന്നു. ഇതിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് VCക്ക് ഇടിമുറിയുണ്ട് കാര്യവട്ടം ഹോസ്റ്റൽ ക്യാമ്പസിൽ എന്ന് ആരോപിച്ചുകൊണ്ട് എഴുതിയ കത്തിലെ നിലപാടും കാര്യങ്ങളും തമ്മിൽ ചില വ്യത്യാസം കാണാനുണ്ട്. സാൻജോസിൻ്റെ ബന്ധുവിനെ ക്യാമ്പസിലേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് ആ കത്തിൽ പറയുന്നത്. സാൻജോസ് തൻ്റെ ബന്ധുവാണ് എന്നൊരു ചാനലിൽ, തൻ്റെ ബന്ധുവിനെയും കൊണ്ടുപോയതാണ് എന്നൊരു ചാനലിൽ പറഞ്ഞു. പിന്നീട് വാർത്താലേഖകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിൻ്റെ ബന്ധുവാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വ്യത്യാസം അവിടെ കിടക്കുന്നു. മാത്രമല്ല അത് പിന്നീട് ഇപ്പോൾ ആ ബന്ധുക്കഥ, VD സതീശൻ്റെ കത്തിലുള്ള ബന്ധുക്കഥ ഇപ്പോൾ ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിൽ ഊന്നി നിൽക്കാനോ അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനോ അത് സ്ഥിരീകരിക്കാനോ ഒന്നും തൗഫീഖ് തയ്യാറായിട്ടുമില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന ചോദ്യം, എൻ്റെ ചോദ്യം അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കത്തിലുള്ള കാര്യം 9:30 ബന്ധുവിനോടൊപ്പം ക്യാമ്പസിലേക്ക് വന്നു. അത് കാരണത്തിന് വേണ്ടിയാണ് പ്രതിപക്ഷ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ അങ്ങ് അടച്ചാക്ഷേപിക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരിക്കാം. പ്രശ്നമില്ല. 9:30 ബന്ധുവിനോടൊപ്പം ക്യാമ്പസിലേക്ക് വരികയായിരുന്നു. ആ കത്ത് അങ്ങ് വളച്ചൊടിച്ച് വല്ലാത്ത രീതിയിൽ അതിനെ പല വ്യാഖ്യാനങ്ങൾ നൽകാൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് പോലെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരണത്തിന് കൊടുത്ത ഒരു കത്താണ്, മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു കത്താണ്. മാധ്യമങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചതാണ്. ജനങ്ങൾ അഭിപ്രായം പറയും. ജനങ്ങളുടെ അഭിപ്രായമാണ് മാധ്യമങ്ങൾ അതിൽ പറയുന്നത്. സാൻജോസിന്റെ ബന്ധുവിനെ കൊണ്ടുപോയതാണ് എന്ന് പറയുന്നു. എവിടെ ആ ബന്ധു? ഇപ്പോൾ ഉണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. ആർഷോ, താങ്കളോടായിരുന്നു ഞാൻ ചോദിച്ചത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? കേട്ടോ? അതെ, ഇതിനകത്ത് ഇത് ഞാൻ പല കഥയും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾ പറഞ്ഞു കേട്ടു. അതിൻ്റെ ഇടയിൽ എന്തോ കേക്ക് മുറിക്കാൻ പോയ കഥയും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആദ്യഘട്ടത്തിലെ പൊളിഞ്ഞിരുന്നു. ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് സ്വാഭാവികമായും ക്യാമ്പസിനകത്ത് വരിക, SFIക്കാരെ ആക്രമിക്കുക, തിരിച്ച് സ്വാഭാവികമായും പ്രതിരോധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് വലിയ തോതിൽ ഇപ്പോൾ ഈ കേരളത്തിലുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ മുഴുവൻ KSU സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയും എന്താ പറയുക KSU മൈക്കായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സ്വാഭാവികമായും അങ്ങനെ ഒരു പിന്തുണയൊക്കെ ലഭ്യമാകുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്തായിരുന്നു ഇവർ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ സമയോചിതമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പല കഥകൾ പ്രതിപക്ഷ നേതാവ് മുതൽ സാൻജോ വരെയുള്ള ആളുകൾ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിലുള്ള വളരെ തീവ്രമായിട്ടുള്ള ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. നമ്മുടെ നിരീക്ഷകനായിട്ടുള്ള ലാൽകുമാർ ഉണ്ട്. ലാൽകുമാർ, ഒരു നിരീക്ഷക പക്ഷത്ത് നിന്ന് ഇവിടെ കാണാൻ കഴിയുമോ? ഞങ്ങൾ കേൾക്കുന്ന കഥകൾ പലതാണ്. അതിൽ ഞങ്ങളിങ്ങനെ പറയുന്നു, ഇതിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ബന്ധുവുണ്ട്. അത് സാൻജോസിൻ്റെ ബന്ധുവാണോ അതോ ജോബിൻസിൻ്റെ ബന്ധുവാണോ എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. സാൻജോസിൻ്റെ എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് ജോബിൻസിൻ്റെ ആണെന്ന് പറയുന്നു. ഈ ബന്ധുവിനെ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അങ്ങോട്ട് ആക്കാൻ വേണ്ടി, പെൺകുട്ടിയാണ്, ഹോസ്റ്റലിലേക്ക് ആക്കാൻ വേണ്ടി സെക്യൂരിറ്റിയോട് പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് പോകുന്നു. പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞിട്ടും ഇവർ ഒരുപാട് നേരം ക്യാമ്പസിൽ തന്നെ തുടരുന്നു. ആ ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് പുറത്ത് വിദ്യാർത്ഥിയല്ലാത്ത ജോബിൻസിൻ്റെ സാന്നിധ്യമാണ് ഹോസ്റ്റലിലുണ്ടായിരുന്ന പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തത്. ഈ വ്യക്തികളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല, പക്ഷേ കേൾക്കുന്ന വസ്തുതകൾ ഇതാണ്. ആ ജോബിൻസ് അവിടുത്തെ വിദ്യാർത്ഥിയല്ല. സാൻജോസ് ആകട്ടെ അവിടുത്തെ ഡേ സ്കോളറാണ്, വീട്ടിൽ നിന്ന് പോയി പഠിക്കുന്ന ആളാണ്. സാൻജോസ് 2ാമത്തെ MA അവിടെ ചെയ്യുകയാണ്. ആദ്യത്തെ MA കേരള പഠനമാണ്, 2ാമത്തത് മലയാളം MA ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടരുകയാണ്. കേരള പഠനവും മലയാളവും ഒരേ തരത്തിൽ പരിഗണിക്കുന്ന, 2 ഡിഗ്രി ആയിട്ട് കൂട്ടില്ല, അത് 1 ഡിഗ്രി ആയിട്ട് കൂട്ടുന്ന MA ആണ്. അതിനുവേണ്ടി പഠിച്ച് അവിടെ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകർ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അദ്ദേഹം അവിടെ ചെന്നു, ഇത്തരത്തിലുള്ള രംഗങ്ങളുണ്ടായി. എതിർപ്പ് വന്നു. സെക്യൂരിറ്റിയുടെ തന്നെ അകമ്പടിയോടെ പോലീസിനെ വിളിച്ച് പോലീസ് കൊണ്ടുപോയി. പോലീസ് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് സാൻജോസ് ഒരു ദീർഘമായ തർക്കത്തിൽ ഈ കുട്ടികളുമായിട്ട് ഏർപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സാൻജോസ്
തന്നെ തല്ലി എന്ന തരത്തിലുള്ളൊരു നാടകം കളിച്ചു എന്നൊരാരോപണം നിലനിൽക്കുന്നു. ജോബിൻസ് അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ സംസാരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മൾ കേരളീയർ കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് കപടനാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒക്കെ കെട്ടിയുണ്ടാക്കുന്ന കപടനാടകങ്ങൾക്ക് പിറകെ നമ്മൾ പോകുന്നുണ്ടോ? ഈ ഷേക്സ്പിയർ കഥാപാത്രങ്ങളിൽ തോറ്റ നാട്ടിൽ നിന്ന് വരുന്ന രാജാക്കന്മാർ അവിടുത്തെ ആളുകളെ അതിൻ്റെ രഥത്തിൻ്റെ പിറകിൽ കെട്ടിയിടും എന്ന് പറഞ്ഞു. ആരോ കൊണ്ടുപോകുന്ന രഥത്തിന് പിറകിൽ 3.5 കോടി മലയാളികൾ ഇങ്ങനെ കഥകൾ വിശ്വസിച്ച് അന്ധരായി കെട്ടിയിടപ്പെടും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ലാൽ ജോസ്, താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു ലാൽ? ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം ഉണ്ട്. അതും പോസിറ്റീവാണെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം സംവാദത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രോഗ്രസീവ് ഔട്ട്കമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അത് ഈ നിലയിലേക്ക് അല്ലെങ്കിൽ പല ആയുധമെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുന്നതിൽ അപകടമുണ്ട്. ഇവിടെ അപ്പം ഒരു ചോദ്യം വരുന്നത്, യഥാർത്ഥത്തിൽ ഇത് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തെ ചോദ്യം. ഈ പറഞ്ഞ കേട്ടിടത്തോളം എനിക്കതിനകത്തൊരു സസ്പീഷ്യസ് സർക്കംസ്റ്റാൻസ് ഉണ്ട് എന്ന് പ്രൈമ ഫേസി ഒരാൾക്ക് തോന്നും. അതെനിക്കും തോന്നി എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ. കാര്യം കുറേ കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് SFIയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ പലതും പ്ലാൻഡ് ചെയ്തതാണ് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. അത് അങ്ങനെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ എന്താണ്? ഞാൻ എൻ്റെ മനസ്സിലുള്ളത് KSU അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം RSS ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ സംഘരാഷ്ട്രീയമാണെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ പ്ലോട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIക്കെതിരെയുള്ള പല ന്യൂസുകളും പ്ലാൻ ചെയ്യുന്നതിൽ മീഡിയ കൂടാതെ ഗവർണറായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഉള്ള പങ്ക് ചെറുതല്ല. കാര്യം അദ്ദേഹം നാഷണൽ വൈഡ് ഓടി നടന്ന് SFIക്കെതിരെ സംസാരിക്കുന്നു. അപ്പം SFIക്കെതിരെ ഒരു ഗ്രാൻഡർ നറേറ്റീവ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. SFI എന്തിനാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സമരം ചെയ്തത്? അല്ലെങ്കിൽ SFI എന്തിനാണ് ഗവർണർ അറ്റാക്ക് ചെയ്തത്? നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെ സിൻഡിക്കേറ്റിലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു പ്രവണതയുണ്ടായി. മെറിറ്റുള്ള ആൾക്കാരെ പുറത്തു നിർത്തിക്കൊണ്ട് ഗവർണർക്ക് താല്പര്യമുള്ള ആൾക്കാരെ അകത്ത് കയറ്റാൻ നേരത്ത് ഒരു വിദ്യാർത്ഥി സംഘടന അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് സമരത്തിലേക്ക് പോകുന്നു. അതിലെന്താണ് തെറ്റ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് സമരം ചെയ്യാനാണ് ഇങ്ങനൊരു വിദ്യാർത്ഥി സംഘടന. ഇങ്ങനെ സമരം ചെയ്യാനും അതിനെ ഒരു കറക്റ്റീവ് മെഷേഴ്സിലേക്ക് എത്താനും ഉള്ള ഡ്യൂട്ടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആർഷോ നേതൃത്വം കൊടുക്കുന്ന SFIക്കും അല്ലെങ്കിൽ KSUവിനും ഒക്കെ ഉണ്ട്. ABVP അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനം വരുമ്പം യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തന്നെ ഒരു കേരളത്തിൽ CPIഎമ്മുമായിട്ട് ഏറ്റവും കൂടുതൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, CPIഎമ്മിനെ ഓരോ ദിവസവും പോളിസി പാരാലിസിസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. ചെറിയ ആളല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ തലവനാണ്. ഹീസ് എ നോമിനൽ എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെ ഈ പറയുന്ന SFIക്കെതിരെ മുന്നിട്ടിറങ്ങി സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്. അത് ഇപ്പോൾ നോക്കൂ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ SFIയിൽ കയറിയുന്നു, അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. അത്രയും റിഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നതിന് ഒരു അജണ്ട ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ അജണ്ടയാണ് നമ്മൾക്ക് പൊളിക്കേണ്ടതായിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ SFI എന്തുകൊണ്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ ഒരു റാഷണൽ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു റാഷണൽ ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. എന്നുവെച്ചാൽ സംഘപരിവാറിൽ നിന്ന് ഒരാൾ നല്ല രീതിയിൽ അകലണമെങ്കിൽ, ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റലി ആ പേഴ്സൺ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്, റാഷണാലിറ്റി ഉണ്ടാവണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സംഘരാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഇമോഷണലി ഡ്രിവൺ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിൽക്കണമെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷനിലും എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റിലും ഉണ്ടാകുന്ന പ്രവർത്തനത്തിനാണ് വലിയ കാര്യം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അവിടെ
വ്യക്തമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ വരാൻ പോകുന്ന ജനറേഷനിൽ ആ സോഷ്യൽ ഫാബ്രിക്കിൽ ഒരു കടന്നുകയറ്റം നടത്താൻ പറ്റൂ. ഇപ്പോൾ എൻ്റെ മനസ്സ് ഒരു കാരണവശാലും ഇവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം മാറ്റാൻ പറ്റുന്ന എങ്ങനെയാണ്? അടുത്ത സമൂഹത്തെ, വർഗീയതയുടെ ഒരു ഡോമിനൻസ് ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു മേഖല വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ഉള്ള വിഷയത്തിൽ വരിക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യവുമായിട്ട് വരിക. അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ സിലബസ് പോലും തിരുത്തുന്നത്. നമ്മളത് വളരെ നിഷ്കളങ്കമായി നോക്കിക്കാണേണ്ട ഒരു വിഷയമല്ല അത്. യഥാർത്ഥത്തിൽ അതൊരു ഡീപ്പ് റൂട്ടഡ് വിഷയമാണ്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിനകത്ത് സിലബസ് മാറ്റുന്നു, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി ചേർക്കുന്നു. അങ്ങനെ ഒരു ഗ്രാൻഡർ നറേറ്റീവിൻ്റെ ഭാഗമായി മീഡിയ ഉൾപ്പെടെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ SFIക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം ഭരണപക്ഷത്ത് അല്ലെങ്കിൽ ഭരണവുമായിട്ട് ചേർന്ന് നിൽക്കുകയും ആ സംഘടന പ്രവർത്തിക്കുന്നത് RSS വിരുദ്ധമോ അല്ലെങ്കിൽ BJP വിരുദ്ധമോ ആരും മുഹമ്മദ് ഖാൻ എതിരായിട്ട് നിൽക്കുമ്പോൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ചർച്ച എത്തി നിൽക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് നടക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ച് പറയാനാണ്. സംഘപരിവാറും അതിന് വിരുദ്ധമായ ആശയങ്ങളും ഏറ്റുമുട്ടുന്നു. അതിനിടയ്ക്കാണ് KSUവിൽ നിന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. KSUവിൽ നിന്ന് അടുത്ത കുറച്ചു കാലത്ത് പൊന്തി വന്ന പല പരാതികൾ, അത് കേരളവർമ്മ കോളേജിലെ ചെയർമാൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ ഈ ഏറ്റവും അവസാനമുണ്ടായ കൊയിലാണ്ടിയിലെ ആ കോളേജിൽ ഉണ്ടായ ആ പ്രശ്നവുമടക്കം നമ്മൾ പിരിച്ച് പരിശോധിച്ചാൽ, മറ്റേത് കേരളവർമ്മ കോളേജിൽ ഇത് കോടതി തന്നെ ഇടപെടലിലൂടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് നടന്നത് എന്ന് വ്യക്തമായി. മറ്റേ കൊയിലാണ്ടിയിലെ പ്രശ്നം അത് അങ്ങനെ കിടക്കുന്നു. ഇത്തരത്തിൽ KSU ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളുടെയും പുറകിൽ ഇതുപോലെ ഒരു തിരക്കഥയുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. താങ്കൾക്ക് മറുപടി പറയാം. തൗഫീഖ്. KSUവിന് ഒരു തിരക്കഥയുടെ ആവശ്യമില്ല. ഇവിടെ ന്യായീകരിക്കേണ്ട ആവശ്യം, തെറ്റിനെ തെറ്റായിട്ട് പറയാനുള്ള ആർജവും കരുത്തും ഒക്കെ KSUവിനുണ്ട്. അല്ലാതെ SFIയെ പോലെ എല്ലാ കൊള്ളരുതായ്മകളും ഇരുന്ന് ന്യായീകരിക്കാൻ KSU ഒരു കാലത്തും വന്നിട്ടില്ല എന്നുള്ളത് ആദ്യം തന്നെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഗവർണർ വിഷയം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് അങ്ങ് നിലപാട് ചോദിച്ചത്. ഞാൻ അതിലേക്ക് വന്നാൽ, ഇവിടെ അറിയാം സർവകലാശാലകളിൽ ഇത്തരത്തിലുണ്ടാകുന്ന കാവ്യവത്കരണം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് KSU നിലപാട്. ആ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയത്തിൻ്റെ ആവശ്യമില്ല. അത് നിലനിൽക്കെ തന്നെ അത് നിലനിൽക്കുന്നുണ്ടോ തൗഫീഖ്? അത് നിലനിൽക്കുന്നുണ്ടോ? KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്ന് പറഞ്ഞു ഈ നോമിനേഷൻ, ഗവർണർ കഴിഞ്ഞ ദിവസം നടത്തിയ ആ നോമിനേഷനെ ഞങ്ങൾ എതിർക്കുന്നു എന്നൊരു വിദ്യാർത്ഥി സംഘടന പറഞ്ഞാൽ എതിർക്കുന്നു എന്ന് ജനത്തിന് എതിർക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ KSU അരങ്ങേറുമോ? അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. KSUവിൻ്റെ രീതിയിൽ, KSU അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ അതിനെതിരെ പൊരുതുമോ? നിയമപരമായും രാഷ്ട്രീയമായും ഗവർണറുടെ നിലപാടിനെ എതിർത്ത് അങ്ങനെ പൊരുതാൻ തയ്യാറാണോ? അതൊന്ന് വ്യക്തമാക്കിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. KSUവിന് അക്കാര്യത്തിൽ ഒരു പേടിയില്ല. ബഹുമാനപ്പെട്ട KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ പറഞ്ഞ കാര്യം അങ്ങിവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എതിർക്കപ്പെടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. മുമ്പുള്ള ഗവർണറുടെ ഈ നടപടികളെ ഈ കേരള സെനറ്റിലടക്കം സിൻഡിക്കേറ്റിലടക്കം പിന്തുണ കൊടുക്കുകയാണ് ഉണ്ടായത്. അന്ന് KSU ഇത്തരത്തിലൊരു സമരത്തിന് തയ്യാറായില്ല. ഇപ്പോൾ മനംമാറ്റം ഉണ്ടായതാണോ, പുത്തൻ നിലപാടാണോ ഇപ്പോൾ പറയുന്നത്? അല്ലാതെ SFIയും CPMും നടത്തുന്നത് പോലെ ഗവർണറുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അത് KSUവിനില്ല, കോൺഗ്രസിനില്ല എന്ന് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. CPMും പ്രതിസന്ധിയിലായിട്ടുണ്ടോ, എവിടെയൊക്കെ SFIയും CPMും DYFIയും ഒക്കെ പ്രതിക്കൂട്ടിലായിട്ടുണ്ടോ, ആ ഘട്ടങ്ങളിലെല്ലാം ഗവർണർ ഒരു രക്ഷകനായി എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവുമില്ല. ഇതിനു മുമ്പ് നിരവധിയായിട്ടുള്ള സംഭവങ്ങളടക്കം പിൻവാതിൽ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയമുണ്ടായപ്പോൾ, സ്വർണ്ണക്കടത്ത് വിഷയമുണ്ടായപ്പോൾ ഒക്കെ ഗവർണർ രക്ഷാരൂപത്തിൽ സംരക്ഷണ കവചം ഒരുക്കി വിഷയം വഴിമാറ്റി വിടാൻ വേണ്ടി ഒക്കെ ഗവർണർ അവതരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി ആ SFIയും അല്ലെങ്കിൽ CPMും ഗവർണറും തമ്മിലുള്ള രഹസ്യ ബാന്ധവം അത് വളരെ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു, എതിർക്കപ്പെടേണ്ടതിനെ KSU എതിർക്കും. അക്കാര്യത്തിൽ ഗവർണറോടുള്ള ആ എതിർപ്പ് ആത്മാർത്ഥമായി അവർ നിറവേറ്റും. കഴിഞ്ഞ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. സെനറ്റിലൊക്കെ ഗവർണറുടെ ഈ ചോദ്യം ചെയ്യപ്പെട്ട നടപടി, കോടതി എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞ നടപടികളെയൊക്കെ പിന്തുണയ്ക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ഇപ്പോഴുള്ള ഈ പ്രഖ്യാപനം ആത്മാർത്ഥമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗവർണർക്കെതിരായ സമരത്തിൽ
ആത്മാർത്ഥമായി KSU മുന്നോട്ട് വന്നാൽ കൈകോർക്കാൻ SFI തയ്യാറാകുമോ? അങ്ങനെ ഒരു നാളെ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അതിനകത്ത് കൈകോർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ മുൻപിൽ അനുഭവം കിടക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ഒക്കെ പിൻവാതിൽ വഴി സെനറ്റിനകത്തേക്ക് RSSകാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ഇടപെടലുണ്ടായപ്പോൾ, അതിനുള്ള ശ്രമങ്ങളുണ്ടായപ്പോൾ അതിനോട് എന്താ പറയുക, കുട പിടിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ച ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസും KSUവും. കാരണം 10 RSSകാരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 കോൺഗ്രസ്സുകാരെ കൂടി നോമിനേറ്റ് ചെയ്ത് എന്താ പറയുക, നമ്മൾ ഈ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കില്ലേ, ആ നിലയ്ക്ക് എല്ലിൻ കഷ്ണം ഇട്ട് കൊടുത്താൽ എല്ലിൻ കഷ്ണം വാങ്ങി ഭക്ഷിച്ച് മുണ്ടാതിരുന്ന ആളുകളാണ് ഇവർ. പറയുകയാണ് SFIയും ഗവർണറും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയ വിരോധാഭാസമാണ്. അങ്ങനെ ആ ശ്രമം എന്ന് പറഞ്ഞാൽ ചെറിയ ശ്രമമല്ല. കേരളത്തിൻ്റെ സർവകലാശാലകളുടെ സെനറ്റിനകത്തേക്ക് 8-10 ആളുകളെ വെച്ച് നോമിനേറ്റ് ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആ സിൻഡിക്കേറ്റിൽ ഒരു സിൻഡിക്കേറ്റ് മെമ്പറെ RSSന് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് RSSൻ്റെ പ്രതിനിധികൾ വരിക? ജനാധിപത്യപരമായി അവർക്ക് എങ്ങനെയെങ്കിലും, ഇപ്പോൾ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് വരാൻ വേണ്ടി പോകുന്നു, അവിടെയും ഒരു സിൻഡിക്കേറ്റ് മെമ്പറെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണം സെനറ്റ് അംഗങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി അതിനപ്പുറം എണ്ണം കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ RSSൻ്റെ പ്രതിനിധികൾ വരിക. ജനാധിപത്യപരമായി ഏതെങ്കിലും അക്കാദമിക സമൂഹത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു RSSകാരനെ സെനറ്റിലേക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി കേരളത്തിൻ്റെ അക്കാദമിക അന്തരീക്ഷത്തിൽ സംഘപരിവാറിനുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇത്തരം ആളുകളെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുടയും പിടിച്ച ആളുകൾ ഇപ്പോൾ വന്നിട്ട് ഇത് പറയുന്നത് കേൾക്കുന്നത് വലിയ തമാശയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. കാരണം നേരത്തെ ഹൈക്കോടതി ഉൾപ്പെടെ എടുത്ത് ആറ്റിലെറിഞ്ഞിട്ടുള്ള ലിസ്റ്റ്, ആ ലിസ്റ്റ് വീണ്ടും ഈ പറഞ്ഞ പോലെ സമാനമായ നിലയിൽ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തി വീണ്ടും പുതിയ 4 നോമിനേഷനുമായിട്ട് ഗവർണർ മുന്നോട്ട് വരികയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ KSUവിൻ്റെ പ്രതിനിധി വളരെ തവണ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ തിരുത്താൻ തയ്യാറാകുന്ന ആളുകളാണ്, ഞങ്ങൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തുമെന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. എനിക്ക് ഇത് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് തൗഫീഖ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൗഫീഖിനോടൊപ്പം KSUവിൻ്റെ സംസ്ഥാന സമിതിയിൽ പ്രവർത്തിക്കുന്ന 2 ആളുകളുണ്ട്. ഒന്ന് ജിതിൻ, സംസ്ഥാന കൺവീനറാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ തൗഫീഖിനോടൊപ്പം പ്രവർത്തിക്കുന്ന 2 ആളുകളുണ്ട്. ഒന്ന് ജിതിൻ, മറ്റൊന്ന് ടോണി. ഇടുക്കിയിൽ നിന്നുള്ള 2 KSUവിൻ്റെ നേതാക്കൾ, ഒന്ന് ജില്ലാ പ്രസിഡന്റും മറ്റൊരാൾ സംസ്ഥാന സെക്രട്ടറി. ഈ 2 ആളുകളും 2 വർഷം മുൻപ് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജിനെ കൊന്ന കേസിലെ പ്രതികളാണ്. ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു എന്നതിന്റെ പേരിൽ പ്രതികളെന്നല്ലാതെ കേസിലെ പ്രതിയെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരെ, എന്തേ കുറ്റക്കാരെ കൃത്യമായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തെളിയിക്കുന്ന എന്ത് തെളിവാണ്? അന്വേഷണം പൂർത്തീകരിച്ച് പറഞ്ഞു. ആ തെളിവ് കേരള പോലീസ് കൃത്യമായി പറയാം കൃത്യമായിട്ട് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ പോലീസിന്റെ ഉത്തരവാദിത്വമല്ല, ഇനി അടുത്ത കോടതിയാണ് അതിന്റെ ഈ പറഞ്ഞ വിചാരണ പൂർത്തീകരിക്കേണ്ടത്. അപ്പോ പോലീസ് കണ്ടെത്തി ആ കേസിൽ പ്രതിയല്ലേ? സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ പ്രതിയല്ലേ? പറയുന്നു അവർ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ ആയിക്കോട്ടെ ശരി തീരുമാനിക്കുന്ന തൗഫീഖാണോ? 8 വർഷമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? എന്ന് പറഞ്ഞു വന്നിട്ട് സമസ്ത സാഹചര്യത്തിലെ ചോദിക്കുന്നത് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അതിനാണ് സമയം താങ്കൾക്ക് തന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് SFIക്കാണുള്ളത്, അല്ലാതെ ഞങ്ങൾക്കില്ല. കോടതി ശിക്ഷിച്ചാലേ നടപടി എടുക്കുള്ളൂ. അവർ കുറ്റക്കാരാണെന്നുള്ള
അവർ കുറ്റക്കാരാണെന്നതിനുള്ള എന്ത് തെളിവുള്ളേ? ആയിക്കോട്ടെ, ആ തെളിവ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ കൈരളിയുടെ ഫ്ലോറിലോ KPCC ഓഫീസിലോ കൊണ്ട് വെക്കാം. അതെ ഹർഷോ, കൈരളിയുടെ ഫ്ലോറിലോ സെന്ററിലോ അല്ല, അവിടെ കോടതിയിലല്ല കൊടുത്തേക്കുന്നത്. നമുക്ക് കഴിഞ്ഞ നടപടി പറയട്ടെ, അതാണ് നിലപാട്, കേസുവിന്റെ നിലപാട്. ആയിക്കോട്ടെ, വിദ്യാർത്ഥിയെ ക്യാമ്പസിലും അത്തരത്തിലുള്ള രക്തസാക്ഷികൾ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് KSUവിന്റെ നിലപാട്. ഒരു വിദ്യാർത്ഥി നേതാവിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് KSU ഒരു നിലപാട്. 10-12 ആളുകളെ കേരളത്തിലെ ക്യാമ്പസിലെ കൊന്ന ആളുകൾ വന്നിരുന്നാണോ നിലപാട് പറയുന്നത്? എന്താ പറയുമ്പോഴും 35 വർഷം 35 രക്തസാക്ഷികളുണ്ട് എന്ന് പറഞ്ഞ വലിയ കഥയൊന്നും പറയല്ലേ ശ്രീ ആർഷോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് ഇരന്നു വാങ്ങിയ മരണമാണ് എന്നൊരു പ്രഖ്യാപനം നിങ്ങൾ കടാരയുമായി ക്യാമ്പസിനകത്ത് വന്നത് നിങ്ങൾ കൊന്ന കാര്യം പറയുന്നത്. SFI പ്രതിസന്ധിയിലാകുമ്പോ SFI നിങ്ങൾ ക്യാമ്പസിനകത്ത് വന്നത് കൊന്ന കാര്യം പറയുന്നത്. അത് നിങ്ങളുടെ സ്ഥിരമാണ്, അതിന് വില പോകില്ല ആർഷോ. 35 രക്തസാക്ഷികൾ മരണമായിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഈ ചർച്ചക്കകത്ത് മാന്യത പാലിക്കുമെങ്കിൽ മറുപടി പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ ഈ ചർച്ചക്കകത്ത് മാന്യത പാലിക്കുമെങ്കിൽ അദ്ദേഹത്തോട് മാന്യത പാലിക്കാൻ വേണ്ടി പറയണം. കല്ലെറിഞ്ഞ് കൊന്നതാ നിങ്ങള് അല്ലേ? അത് അങ്ങ് പറയുന്ന കാര്യം അല്ല. നിങ്ങൾ കൊലപ്പെടുത്തിയ ധീരജ് ഓട്ടോ ഇടിച്ചല്ല മരണപ്പെട്ടത്. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയതാ. ആർക്കെ കൊച്ചരിയനെ തൃശ്ശൂർ നിങ്ങള് കുത്തിക്കൊലപ്പെടുത്തിയതാ. CV ജോസിനെ പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജില് നിങ്ങൾ കുത്തിക്കൊലപ്പെടുത്തിയതാ. MS പ്രസാദിനെ പത്തനംതിട്ടയിൽ നിങ്ങൾ കുത്തിക്കൊലപ്പെടുത്തിയതാ. അല്ലേ? അവർ കുറ്റക്കാരനെന്നതിന്റെ തെളിവ് യാതൊരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല. 8 വർഷക്കാലമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനല്ലേ? അവരെ ശിക്ഷിക്കാൻ തയ്യാറാവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അന്ന് നിങ്ങളാണോ പറയുന്നത്? എന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് മിനിമം സംസാരിക്കാതെ നിയമ സംവിധാനത്തെ സംബന്ധിച്ചും നീതി അല്ല ഇവിടെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഇവിടെ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രങ്ങളുടെ കോടതിയുടെ മുമ്പിൽ ഈ പറഞ്ഞ ആളുകൾ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ട 2 വാദങ്ങളാണ്. ഇത് സമരസപ്പെടുക. ബഹുമാനപ്പെട്ട കോടതിയുടെ അതായത് SFI ആരോപിക്കുന്നു, ധീരജിന്റെ കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ നേതാക്കന്മാരായിട്ട് തുടരുന്നു എന്ന് ആരോപിക്കുന്നു. KSU പറയുന്നു കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെട്ടാലേ നടപടിയെടുക്കുള്ളൂ, അതുവരെ നേതാക്കന്മാരായി തുടരും എന്ന് പറയുന്നു. പഴയ കഥകൾ പറയണ്ട എന്ന് KSU പറയുന്നു. പഴയ കഥകളൊക്കെ പറയേണ്ടതാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് SFI പറയുന്നു. അവിടെ ആ ഘട്ടം നിർത്താം. ലാൽകുമാർ, 2 ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളാണ് നമുക്ക് മുമ്പിലുള്ളത്. 50 വർഷത്തെയും 65 വർഷത്തെയും. SFIക്ക് അതിനു മുമ്പും KSF ഒക്കെ ഉണ്ട്, എങ്കിൽ SFI ആയി കഴിഞ്ഞിട്ട് 50 വർഷം പിന്നിട്ട ആ 2 സംഘടനകൾ, അവർ രണ്ടുപേരും നമ്മുടെ ജനാധിപത്യത്തിന് ആവശ്യമുള്ള 2 സംഘടനകളാണ്. ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കണോ? നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഭീഷണമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യ നിൽക്കുമ്പോൾ ഈ സംഘടനകൾ, ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനെയാണോ സ്വന്തം അണികളെയും ഒക്കെ കൊണ്ടു നടക്കേണ്ടത്? പരസ്പരം ഇങ്ങനെ ആരോപിക്കുന്നതിൻ്റെ ഇടയിലും രാഷ്ട്രീയമായ ഒരു വേർതിരിവ്, രാഷ്ട്രീയ മൂല്യത്തിൻ്റെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തേണ്ടതില്ലേ? എന്താണ് ഈ 2 സംഘടനകളോടും ലാൽ എന്ന നിരീക്ഷകന് പറയാനുള്ളത്? നോക്കൂ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്, ഹൂ ഈസ് സെറ്റിംഗ് ദ അജണ്ട? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഷുഡ് ആൻസർ. അജണ്ട സെറ്റ് ചെയ്യുന്നത് KSU ആണെന്നോ കോൺഗ്രസ് ആണെന്നോ തെറ്റിദ്ധരിക്കരുത്. അത് പ്രതിപക്ഷ നേതാവ് ഒരു കത്തെഴുതിയാലോട്ടനെ പ്രതിപക്ഷ നേതാവാണ് അജണ്ട സെറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ എനിക്കില്ല. കാരണം അതിനു മുകളിൽ നിന്ന് വലിയ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ആദ്യത്തെ വാദം. അതിനകത്ത് എന്തെങ്കിലും ഒരു പരൽമീനെ പിടിക്കാനുള്ള ശ്രമം മാത്രം KSUവിനോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനോ നടത്താം എന്നുള്ളതല്ലാതെ അൾട്ടിമേറ്റ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുക ഇത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സെക്യുലറായി നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും എൻഡ് ഒന്ന് തന്നെയായിരിക്കും. അത് KSUവിൻ്റെയും വിധി മറ്റൊന്നായിരിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാര്യം ഇത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ
ആ രീതിയിലാണ് ഇടപെടലുകൾ. അതാണല്ലോ പറഞ്ഞിപ്പം കോടതി എടുത്ത് കളഞ്ഞ വിഷയത്തിൽ സിൻഡിക്കേറ്റിൽ വേറെ ഒരു രൂപത്തിലേക്ക്, വേറെ രൂപത്തിലും ഭാവത്തിലും ആൾക്കാരെ വീണ്ടും കുത്തി നിറയ്ക്കാനുള്ള ശ്രമം ഗവർണർ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പം മൈ പോയിന്റ് ഈസ്, ഹൂ ഈസ് സെറ്റിംഗ് ദ അജണ്ട എന്നുള്ള ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. പിന്നെ ഇവിടെ വന്ന് ഇപ്പം കഴിഞ്ഞ കുറച്ച് നേരമായി നടക്കുന്ന ചർച്ച ഒരു പ്രാധാന്യമില്ലാത്ത കാര്യമാണ്. ആർഷോ പറയുന്നു പ്രതിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രതിയാണ്, കാര്യം പ്രതിപട്ടികയിലുള്ള ഒരാൾ പ്രതിയാണ്. അത് അയാൾ കുറ്റവാളിയാണോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാക്കുന്നത്. കുറ്റവാളിയല്ല, കൺവിക്റ്റഡ് അല്ല, അക്യൂസ്ഡ് ആണ്. ആ വാക്കിലാണ് ഇത്രയും നേരം തർക്കം നടന്നത്. എന്തിനാ തർക്കം നടന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരേ സമയം നിലനിൽക്കുന്ന രണ്ട് പരിഭാഷകൾ മാത്രമാണ് അത്. എന്തിനാ അത് പറഞ്ഞ് തർക്കിക്കുന്നു എന്ന് തന്നെയാണ് ഞാനും ചോദിച്ചത്. അതേന്നേ, ഇത് കരഞ്ഞു ചുമ്മാതെ ഇവരെന്തിനാ തർക്കിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർക്കെതിരെ സംഘടനയ്ക്ക് നടപടിയെടുക്കാവുന്നതാണ്, എടുക്കേണ്ടത് സംഘടനയ്ക്ക് തീരുമാനിക്കാവുന്നതാണ്, അത് ഭൂഷണമായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. അതിലൊന്നും തർക്കമില്ല. അതെ അതെ അല്ല, ഞാൻ പറഞ്ഞു വന്നത്, നോക്കൂ, വിദ്യാർത്ഥി സംഘടനയിലുള്ള ആൾക്കാരാണല്ലോ ജനാധിപത്യ ചർച്ചയ്ക്കകത്ത് പ്രതി എന്നുള്ള വാക്കും ഇതും തമ്മിൽ നമ്മൾ കളഞ്ഞത് നമ്മുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള 5 minutes ആണ്. ആ പ്രതി എന്തിനാ അത് കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ഈ ചർച്ച പറയേണ്ട ആളാണ്, പറയൂ. നമ്മൾ ചുമ്മാ പറയുന്നത് നമ്മൾ ചുമ്മാ. അപ്പോൾ കൺവിക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനകത്ത് കൺവിക്റ്റഡ് ആയിട്ടില്ല. കൺവിക്റ്റഡ് ആയാൽ മാത്രമേ നിങ്ങൾ ഒരാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കത്തുള്ളൂ. അത് നിങ്ങളുടെ ഒരു നിലപാടാണോ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ കൺവിക്റ്റഡ് ആയിട്ട് മാത്രമേ നിങ്ങൾ മറ്റുള്ള എല്ലാ സ്റ്റേജസിലേക്കും ഏതൊരു സംഘടനയെക്കുറിച്ച് പറയുമ്പോഴും ഏതൊരു പാർട്ടിയെക്കുറിച്ച് പറയുമ്പോഴും കുറ്റാരോപിതനായ ഇന്ന ആൾ രാജിവെച്ചിറങ്ങേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളൊരു മറുപടി നിങ്ങൾ അവിടെ പറയേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് വളരെ സബ്ജക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പം ഇത് ഞാൻ വ്യക്തിപരമായി കാണുന്നത് ഒരു അൺടെനബിൾ ആർഗ്യുമെൻ്റാണ് ആ പറയുന്നത്. അപ്പം തർക്കിച്ച സമയം കളയുന്നതിനകത്ത് പോലും നമുക്ക് മാന്യമായി തർക്കിച്ച സമയം കളയാമെന്നാണ് എനിക്കതിനകത്ത് തോന്നിയത്. പിന്നെ ഇവിടെ നോക്കൂ, മീഡിയയുടെ ഒരു റോൾ അതുകൂടെ പറഞ്ഞാൽ ഇത് പൂർത്തിയാകത്തുള്ളൂ. ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന അജണ്ട സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആ അജണ്ട സെറ്റ് ചെയ്തത് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റോൾ മീഡിയയ്ക്കുണ്ട്. ആ റോള് വളരെ വൃത്തിയായി ഈ പറയുന്ന SFI ഒരു ജനാധിപത്യ വിരുദ്ധ സംഘടനയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു വലിയ റോളുണ്ടല്ലോ. ഈ പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും വർഷത്തെ സമര പാരമ്പര്യത്തെക്കുറിച്ചും ഇവരൊക്കെ ഈ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിൽ കൊള്ള നടക്കാതെ ഓരോ കാര്യത്തിലുള്ള ഇടപെടലിനെയൊക്കെ റദ്ദാക്കിക്കൊണ്ട് ഒരു അൺകോൾ ഫോർ ഇൻസിഡൻ്റ് എടുത്ത് നമ്മൾ അത് മാത്രം എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞാൻ പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. SFIക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നിരിക്കട്ടെ. ആ വീഴ്ച സംഭവിച്ചത് വലിയൊരു പ്രശ്നമായി ഇതാണ് ഈ സംഘടന എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് അതാണ് ആ സംഘടന എന്ന് പറയാൻ ശ്രമിക്കുന്ന രീതി എന്താണ്? അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിയാകാൻ പാടില്ല. ആ മാധ്യമപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. SFIക്ക് ഒരിക്കലും തെറ്റുപറ്റാത്ത സംഘടനയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. CPIമിനോ കോൺഗ്രസിനോ ആർക്കും ഒരിക്കലും തെറ്റുപറ്റാത്ത സംഘടനയാണെന്നുള്ള അഭിപ്രായമുണ്ട്. മനുഷ്യരായിട്ടുള്ളവരുള്ളതാണെങ്കിൽ തെറ്റൊക്കെ സംഭവിക്കും. വളരെ പ്രസക്തമായ കാര്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത്. നമുക്കതിലേക്ക് പോകാം. ഒരു ഇടവേളയ്ക്ക് സമയമാവുകയാണ്. പക്ഷേ ഇത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരു സംഘടനയ്ക്കെതിരെ ഒരു കാര്യം വന്നാൽ, ഒരു സംഘടനയുടെ ഒരു വഴിതെറ്റിലുണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യണം, ജനങ്ങളുടെ അറിവിലേക്ക് അത് എത്തിക്കണം. അത് ജനങ്ങളുടെ അവകാശം കൂടിയാണ്. പക്ഷേ ആ റിപ്പോർട്ടിങ് വിദ്വേഷ പ്രചാരണത്തിൻ്റെയും സ്പർദ്ധ നിറവേറ്റുന്നതിൻ്റെയൊക്കെ ഘട്ടത്തിലേക്ക് പോകുന്നത്, അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഏതെങ്കിലും സംഘടനയിൽ നിന്ന് വിമുക്തമായ, SFIയിൽ നിന്ന് വിമുക്തമായൊരു കേരളം നമുക്ക് വേണോ, KSUവിൽ നിന്ന് വിമുക്തമായൊരു കേരളം നമുക്ക് വേണോ എന്ന തരത്തിലുള്ളൊരു ചോദ്യത്തിലേക്ക്, അതാണ് വാർത്തകൾ വിദ്വേഷ പ്രചാരണത്തിലേക്ക് കടക്കരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അത് മാധ്യമങ്ങളുടെ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കാനേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. തൗഫീഖ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഭവവും സമാന സംഭവങ്ങളും ഒക്കെ KSU മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി, വർദ്ധിച്ച പിന്തുണയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും അതെല്ലാം ഉള്ളി തൊലി പൊളിച്ചതുപോലെ അവസാനിക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ ഘട്ടത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതേക്കുറിച്ചൊരു അഭിപ്രായമാണ്
താങ്കളോട് ഞാൻ ചോദിച്ചത്. ആ ചർച്ച ലാൽകുമാർ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ വഴിതെറ്റിപ്പോയി, വാക്കിൽ പിടിച്ച് പോയി. താങ്കൾ പറയൂ, ഇപ്പോൾ ഇടിമുറി ഉണ്ട്, 121 നമ്പർ മുറി കേരള സർവകലാശാല ഹോസ്റ്റലിലെ ഇടിമുറിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നിങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അല്പം മുമ്പ് പറഞ്ഞ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് SFIക്കാരുടെ എല്ലാ ഹോസ്റ്റൽ മുറികളും, SFIക്കാർ ഏത് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടോ അതെല്ലാം ഇടിമുറികളാണ് എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ നമ്മുടെ ആർഷോ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള കോളേജിലേക്ക് വരൂ, ഇടിമുറി ഉണ്ടോ എന്ന് നോക്കാം എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. താങ്കൾ ഇത്തരത്തിൽ ഉള്ളി തൊലി വിളിച്ചതുപോലെ പൊളിഞ്ഞു പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായി ഒരു പൊതുസമൂഹത്തിൽ ഒരു ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട്? NPCക്ക് ഇത് SFIയെ വെള്ളപൂശേണ്ട ആവശ്യകതയൊക്കെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം. എൻ്റെ പറയുന്നതിൻ്റെ സൗണ്ടിൻ്റെ ശബ്ദം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണതയൊക്കെ വളരെ നല്ലതാണ്. അത് അവിടെ നിൽക്കുമ്പോൾ എന്നെക്കുറിച്ചാണോ ചർച്ച? ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നുള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ ആർഷോ ഇവിടെ ധീരജ് വധ കേസിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരായി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് അങ്ങും ഒപ്പം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ PM ആർഷോ അടക്കം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. എനിക്ക് മുമ്പിലിരിക്കുന്ന SFI സംസ്ഥാന സെക്രട്ടറി എത്ര കേസുകൾ പ്രതിയാണ്? നിരവധിയായ കേസുകളിൽ നിന്ന് നിലനിൽക്കുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ അദ്ദേഹം നിങ്ങൾ പറഞ്ഞ അക്യൂസ്ഡാണ്. വധശ്രമ കേസിലടക്കം അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി രാജിവെക്കാൻ തയ്യാറുണ്ടോ? ഈ ഫ്ലോറിൽ വ്യക്തമാക്കണം. ഞാൻ ആളെ കൊന്നിട്ടില്ല. ചർച്ച വഴി തെറ്റുകയാണ്. നിർഭാഗ്യം. അല്ല, വധശ്രമ കേസിൽ പ്രതിയാണല്ലോ. ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ നിർഭാഗ്യം, കേട്ടിരിക്കുന്നവരുടെ നിർഭാഗ്യം, കേരളീയരുടെ നിർഭാഗ്യം. പക്ഷേ ആർഷോ മറുപടി പറഞ്ഞോളൂ. താങ്കൾ വെയിറ്റ് ചെയ്യൂ. ആർഷോ മറുപടി പറയൂ. ആർഷോയോട് ചോദിച്ചിരിക്കുന്നു, അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, അവതാരകന്റെ ജോലി അദ്ദേഹം കവർന്നെടുത്തിരിക്കുന്നു. എന്നാലും മറുപടി പറയും. ഞാൻ ആളെ കൊന്നില്ലേ? ഞാൻ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി നടത്തിയ വിദ്യാർത്ഥികളെ കൊന്ന കാര്യം പറഞ്ഞത്. അത് കൊന്നത് KSUക്കാരാണെന്നതിന്റെ തെളിവൊന്നും ഇല്ലല്ലോ. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം. ഈ ഘട്ടത്തിൽ ഇടിമുറി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 121 നമ്പർ മുറി ഇടിമുറിയാണ് എന്നാണോ? കേരളത്തിൽ SFIക്കാർ ഏത് ഹോസ്റ്റലിൽ താമസിച്ചാലും ആ ഹോസ്റ്റലുകൾ മുഴുവൻ ഇടിമുറിയാണ് എന്ന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നിലപാടാണോ താങ്കൾക്കുള്ളത്? അതൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കും. സമ്മതിക്കുന്നു. ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഇവിടെ KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞത് SFI ഏകാധിപത്യ ക്യാമ്പസുകളിൽ ഇടിമുറികൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു. അത് അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയമില്ല. ഇടിമുറി എന്ന വലിയ ബോർഡ് വെച്ചിട്ടൊന്നുമല്ല ഒരു ക്യാമ്പസിലും ഒരു ഹോസ്റ്റലിലും ഇത്തരത്തിലുള്ള ഇടിമുറി പ്രവർത്തിക്കുന്നത്. എന്താണ് അത് അദ്ദേഹം പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു. അതാണെന്നേ. എവിടെയാണ് ഇടിമുറി എന്നുള്ള വലിയ ബോർഡ് വെച്ചിട്ട് 6-4 ഫ്ലെക്സ് വെച്ചിട്ട് ദാ ഇവിടെ ഇടിമുറി, SFIയുടെ ഇടിമുറി ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു, മാധ്യമങ്ങൾക്ക് വന്ന് നോക്കാമെന്ന് ആരും ഒരിടത്തും പറയുന്നില്ല. അവിടെ കേരളത്തിൽ എവിടെയൊക്കെ ഈ കാര്യവട്ടത്തെ ചരിത്രം മാത്രം ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം. ഇവിടെ SFI സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, 1-2 കാര്യങ്ങൾ. ഇല്ല, NPC ഒരു കാര്യം, ഒറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ. കാര്യവട്ടത്തെ എക്കണോമിക്സ് വിദ്യാർത്ഥിയായിരുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അഡ്മിഷൻ ലഭിച്ച ബിനീഷ് ബാലൻ എന്നുള്ള വിദ്യാർത്ഥിയുണ്ട്. കാസർഗോഡ് സ്വദേശിയാണ്. ആ കാസർഗോഡ് സ്വദേശിയായ വിദ്യാർത്ഥിയെ KSU നേതാവിന്റെ ഹോസ്റ്റൽ മുറിയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ട് അന്ന് പത്രങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നാലെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുണ്ട്. ആർക്കിയോളജി വിഭാഗം വിദ്യാർത്ഥിയാണ്. അന്നത്തെ SFI യൂണിറ്റ് സെക്രട്ടറി ആയ മനേഷും അന്നത്തെ SFI യൂണിറ്റ് പ്രസിഡന്റായ ഘോഷ് അടക്കമുള്ള ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ SFIക്കെതിരെ വിമത പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ SFI പ്രവർത്തകനായ സ്റ്റാലിൻ കുന്നോത്തിനെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിനേറെ പറയുന്നു, ഈ കൈരളിയും ഇരിക്കുന്ന കൈരളിയുടെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇടനെഞ്ചിലാണ് SFI എന്ന് പറയുന്ന പ്രവർത്തകന്റെ ഇടനെഞ്ച് നോക്കി കുത്തിയ പാരമ്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. തിരുത്തപ്പെടൽ അനിവാര്യമാണ്. ആർഷോ, ഇടിമുറികളുണ്ട്. ഇടിമുറികളിൽ ഇടിക്കുന്നത് ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കഥ പറയാനുണ്ട്. ഏതാനും കഥകൾ പറഞ്ഞിരിക്കുന്നു.
SFI ഇടിമുറി സംഘടനയാണ്. മറുപടി അല്ല, ഒരു ഇടിമുറിയുമില്ല. ഈ നിലക്ക് കരുതുന്നത് വെച്ചാൽ ഈ പറഞ്ഞ KSUവിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് ഇവർ ക്യാമ്പസിലേക്ക് പോകുന്നുണ്ടാവില്ല, ക്യാമ്പസുകൾക്കകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള തോന്നലിൻ്റെ പുറത്തുണ്ടായിക്കൊണ്ടിരിക്കും. ആർക്കും ഏത് ക്യാമ്പസിനകത്തേക്കും വരാം, ഏത് ആയിക്കോട്ടെ. ഒരു ഡസന് മുകളിൽ സർവകലാശാല ഉണ്ട് സാറേ കേരളത്തിനകത്ത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടാൻ വന്നില്ലല്ലോ. അല്ല, വന്നില്ലല്ലോ. ദയവ് ചെയ്ത് ആവശ്യമാണെങ്കിൽ ഞാൻ വരും. ഒരു മാന്യതയല്ലേ, ഒരു മര്യാദയല്ലേ, അല്ല ഒരു മര്യാദയല്ലേ. അപ്പോ ഈ നിലക്ക് ഇതേ ഒരു മാധ്യമ ഗംഭീരായി ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പൊ. അല്ല അപ്പോ എനിക്ക് പറയാൻ, അപ്പോൾ ഈ നിലയിൽ പോകാത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ധാരണ. നമുക്ക് ഈ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഒരു നിലക്കുള്ള ഇടിമുറി സംവിധാനവുമില്ല. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്കും സംഘടനാ പ്രവർത്തനം നടത്തുന്നത് തടയാനോ അല്ലെങ്കിൽ അതിന് അനുവാദം നൽകാനോ ഒന്നും ഞങ്ങളാരുമല്ല. ആർക്കും ക്യാമ്പസിനകത്ത് വന്ന് സംഘടനാ പ്രവർത്തനം നടത്താൻ. ഇപ്പോൾ നേരത്തെ പുള്ളി കുറച്ച് ആളുകളുടെ പേരൊക്കെ KSU പ്രതിനിധി പറഞ്ഞു, ഈ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയുള്ള ആളുകളൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് പ്രകാരമാണെങ്കിൽ അല്ല സാറേ, ഞാൻ സംസാരിച്ചോട്ടെന്ന് നിങ്ങൾക്കൊരു മര്യാദ ഉണ്ടോ? എനിക്ക് മര്യാദ ഉണ്ടോ? ചർച്ചയല്ലേ, സംവാദമല്ലേ? അങ്ങയുടെ അവസരത്തിൽ സംസാരിക്കേ, നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കും. ശ്രദ്ധിക്കണ്ട. ഇത് തുടക്കം മുതൽ ഈ ചങ്ങാതി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെയാണ് മാധ്യമ വിദ്യാർത്ഥികളെ മാധ്യമ പ്രവർത്തനമൊക്കെ പഠിച്ച് മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ രസകരമായിരിക്കും. അപ്പോ ഈ പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ലോജിക്ക് പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ലോജിക്ക് പ്രകാരമാണെങ്കിൽ അതിൽ എത്ര കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട്? ഈ പറഞ്ഞ കേസിലൊക്കെ ശിക്ഷ വിധിക്കപ്പെട്ട് ഇവരൊക്കെ കുറ്റക്കാരാണെങ്കിൽ അവിടെ ഏതെങ്കിലും SFI പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി പറയട്ടെ. കോടതി പറയുന്ന ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം. അതാണല്ലോ ഇവരുടെ ലോജിക്ക്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ കൊലപ്പെടുത്തിയ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷിച്ച കേസുകളുണ്ട്. ഇപ്പോൾ 2 വർഷം മുൻപ് നടന്ന കേസിനകത്ത് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ഭാവിയിൽ വിധി വരും. അപ്പോൾ നിങ്ങൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളെ കൊന്നു തള്ളിയതിൻ്റെ ചരിത്രമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ചരിത്രം അതല്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആക്രമിക്കപ്പെട്ടതിൻ്റെ ആണെങ്കിൽ നിരവധി കഥകൾ പറയാനുണ്ടെന്ന്. അപ്പോൾ ഈ നിലയ്ക്ക് ചില മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് കണ്ട്, ആ മാധ്യമങ്ങളുടെ എല്ലാ പരിലാളനങ്ങളുമുണ്ട് എന്ന് കണ്ട് പച്ച നുണകൾ പൊതുമധ്യത്തിൽ വന്ന് ആവർത്തിച്ച് 10 വട്ടം പറഞ്ഞാൽ അത് സത്യമായി മാറും എന്ന ചിന്തയിൽ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോയിക്കോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓരോ ദിവസവും ക്യാമ്പസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് SFI എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി ഞങ്ങളെ സംബന്ധിച്ച് ഒരു തെറ്റ് വന്നാൽ, ഒരു പോരായ്മയുണ്ടായി, നിങ്ങൾ പറഞ്ഞ പോലെ കോടതി ശിക്ഷ വിധിക്കട്ടെ എന്ന് പറയുന്ന ആളുകളല്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ, സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടൽ ഉണ്ടായാൽ അതിനെ തിരുത്തുന്നതിന് കൂടുതൽ നവീകരിക്കപ്പെടുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അയ്യപ്പ പണിക്കരുടെ ഒരു കവിത പറയുന്നത് പോലെ കൊലപാതകം, ലപാതകം, പാതകം, തകം, കം എന്ന മട്ടിൽ ഇല്ലാതായി പോകുന്ന വിവാദങ്ങളിൽ അഭിരമിക്കാതിരിക്കുക. അങ്ങനെ ഉള്ള വിവാദത്തിൽ അഭിരമിക്കുന്ന മാധ്യമങ്ങൾക്ക് ഹാകഷ്ടം, അങ്ങനെ ഉള്ള വിവാദത്തിൽ രസിക്കുന്ന നേതാക്കൾക്ക് ഹാകഷ്ടം, സംഘടനകൾക്ക് ഹാകഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ ഉപസംഹരിക്കുകയാണ്.